ഗ്രോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള തുക ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് പിൻവലിക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക കൂടുതലായിരുന്നാലും അതായത് ലാഭമുണ്ടായിരുന്നാലും ഇനി നഷ്ടമായിരുന്നാലും നിങ്ങൾക്ക് പൈസ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോ ആപ്ലിക്കേഷൻ വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ മാസം SIP ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരും, പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത് ഇവിടെ ഡാഷ്ബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെയാണ്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എത്ര മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതുപോലെ എത്ര രൂപയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, കറണ്ട് പ്രൈസ് ഇപ്പോഴുള്ള വില എത്രയാണ്, പിന്നെ ടോട്ടൽ റിട്ടേൺ എത്രയാണ്, ഇന്നത്തെ ലാഭമാണോ നഷ്ടമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഏഞ്ചൽ വണ്ണിലേക്ക് മാറ്റി. ഇപ്പോൾ ആക്സിസ് ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരു ഫണ്ട് മുൻപ് ചെയ്തിരുന്നതാണ്, SIP ചെയ്തിരുന്നതാണ്. അപ്പോൾ SIP ക്യാൻസൽ ചെയ്യുന്നത് ഇങ്ങനെയല്ല, അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SIP ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൈസ പിൻവലിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വീണ്ടും SIP വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അതുകൊണ്ട് SIP ആദ്യം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ SIP ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവിടെ SIP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ SIP ആക്റ്റീവ് ആയിട്ടുള്ള SIPകൾ കാണാം. എനിക്കിപ്പോൾ നിലവിൽ നോ ആക്റ്റീവ് SIP, ഇവിടെ ഒരു SIPയും ഇവിടെ ആക്റ്റീവ് അല്ല എന്ന് കാണാം. അപ്പോൾ SIP ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ SIP ക്യാൻസൽ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എങ്ങനെയാണ് പിൻവലിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് SIP എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, കണ്ടോ? അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസും കാണാം. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പരിശോധിക്കാം. ഓരോ മാസവും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫറായ പൈസ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ, അത് എത്ര യൂണിറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് പരിശോധിക്കാം. ഇനി ഈ പൈസ പിൻവലിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ആണോ അതോ എത്ര യൂണിറ്റ് ആണോ നമ്മൾ പിൻവലിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4113 എന്ന് കാണാം. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡീം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിൻവലിക്കേണ്ട മുഴുവൻ തുകയും ഇവിടെ സെലക്ട് ആവും. അതിനുശേഷം നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ഓർമ്മിക്കുക, എനിക്കിവിടെ 40 രൂപ എക്സിറ്റ് ലോഡ് ചാർജ് വരും. അതായത് 10% ഇവർ 10% അല്ല, ഒരു 0.1% ആണ് ഇതിൻ്റെ എക്സിറ്റ് ലോഡ് വരുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിൻവലിച്ച് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്കിവിടെ ഫണ്ട് ചാർജ് എടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എത്രയാണെന്ന് ഇവിടെ കാണിക്കും. 40 രൂപ ഇതിൽ നിന്നും കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ആവുന്നതെന്ന് നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഇവിടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിനുശേഷം നമുക്കിവിടെ വെരിഫൈ ആൻഡ് റെഡീം ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ താഴെ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും, മെസ്സേജ് വരും. മെസ്സേജിലൊരു 1 ടൈം പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് നമ്മളെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡീം ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞ് കാണാം.
ഇനി നമുക്ക് എമൗണ്ട് റിഡീം ആയി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്കതിന് മുൻപ് ഈ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോൾ എത്തുമെന്നൊക്കെ നമുക്ക് ഈ ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓർഡർ പ്ലേസ്ഡ്, ഓർഡർ അപ്രൂവ്ഡ് ബൈ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ ഒക്കെ കഴിയുമ്പോഴാണ് 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ആവും, ചിലപ്പോൾ 3 ദിവസം വരെ ആകാറുണ്ട്. അതിനുശേഷം ഈ പൈസ ഇവിടെ കാണില്ല. പിന്നെ നമുക്ക് ആ പൈസ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ആ പൈസ ഉണ്ടാകുന്നത്. അല്ല എങ്കിൽ ചിലർക്കിത്, ഞാനിവിടെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ എനിക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആവും. ചിലർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല എങ്കിലാണ് ഞാനിവിടെ പറഞ്ഞ വാലറ്റിലേക്ക് ആഡ് ആവുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ SIP നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ SIPയും ഇതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് ഗ്രോ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കേണ്ടത്.